നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് നമുക്കൊരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇടാം. ഇതിന് പകരം മൈദയും ആകാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. 1/4 ടീസ്പൂൺ വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. 1.25 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് കട്ടിയുമല്ല, തീരെ ലൂസുമല്ല, ആ ഒരു പരുവത്തിലാണിത് കലക്കിയെടുക്കേണ്ടത്. ഇനി ഒരു 3 ഏത്തപ്പഴം നീളത്തിൽ 4ആയിട്ട് കീറിയതിന് ശേഷം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവിനകത്തേക്കിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെന്നിട്ടൊരു 5-10 മിനിറ്റ് നേരത്തിന് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ സമയത്ത് തീ നല്ല കൂടുതലാണ്. തീ ഒന്ന് കുറച്ചിടണം ഇനിയെ. എന്നിട്ട് ഈ പഴക്കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂണിൽ കോരി ഒഴിക്കാം. ഇതിനൊരു പ്രത്യേക ഷേപ്പൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാവിന് കട്ടിയൊന്നും കൂട്ടരുത്. അപ്പോൾ കട്ടി കൂടിക്കഴിഞ്ഞ് കഴിയുമ്പം കൂടുതൽ മാവായി കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ വളരെ നേരിയ അളവിൽ മാത്രമേ മാവുള്ളൂ. ഇനി ഇത് അടച്ച് വെക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിടാം. ഈ സൈഡൊക്കെ ആയിട്ടുണ്ട് കണ്ടോ, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ അല്പം കൂട്ടി വെക്കാമേ. ഈ സൈഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് മുട്ടയ്ക്ക് പകരം നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാകും ഈ ഒരു പഴംപൊരിയെ. അപ്പോൾ ഈ പഴംപൊരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്